ഹായ് ഫ്രണ്ട്സ്, അനിൽ നാരായണൻസ് പെയിൻറ്റിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ പെയിൻറ്റിംഗ് ആണ്. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മായക്കാഴ്ച എന്നാണ് അർത്ഥം. നമ്മുടെ കണ്ണുകളെ കൺഫ്യൂസ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലൈറ്റായിട്ടുള്ളൊരു വേർഷനെ നമ്മളിവിടെ പെയിൻറ്റിംഗ് ആക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ കാണുന്ന 3 ഓപ്ഷനുകളിൽ ഏറ്റവും മുകളിലത്തെ ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പെയിൻറ്റിങ്ങിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് രണ്ട് കളറുകളാണ്. ഒന്ന് ബ്ലാക്ക്, പിന്നെ വൈറ്റ്. പിന്നെ നമുക്ക് വെള്ളം വേണം. ഇനി അതിനെ 2 കളറിനെയും കൂടി ലയിപ്പിച്ചിട്ട് നമുക്ക് ഷെയ്ഡ് വയ്ക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഈ പെയിൻറ്റിങ്ങിൻ്റെ വെളുത്ത നിറം വരുന്ന ഭാഗത്ത് നമ്മൾ ഷെയ്ഡ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഗ്രേ ഷെയ്ഡ്. ആ ഷെയ്ഡ് എന്തിനാണ് വയ്ക്കുന്നതെന്ന് ഇതിൻ്റെ ഫൈനലൊക്കെ അത് നിങ്ങൾക്ക് മനസ്സിലാവും. വെളുപ്പും കറുപ്പും ഇടവിട്ട നിറങ്ങളിലാണ് നമ്മൾ ഈ പെയിൻറ്റിങ് ചെയ്യുന്നത്. ബ്ലാക്ക് ഏറ്റവും അവസാനം വയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പെയിൻറ്റിൻ്റെ മുകളിലേക്ക് വൈറ്റ് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അത് വൈറ്റ് വരുന്ന ഭാഗത്ത് ഷെയ്ഡ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ചെയ്യുകയാണ്. ഉണ്ടോ, നമ്മളിപ്പോൾ എൻ്റെ ഷെയ്ഡിങ് എന്ന് പറഞ്ഞത് ഏകദേശം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചിത്രത്തിൻ്റെ പകുതിയോളം കഴിഞ്ഞു പറയാം. അതിൻ്റെ വൈറ്റ് ഭാഗത്ത് വരുന്ന ഗ്രേ ഷെയ്ഡ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ ബ്ലാക്ക് കളർ കൊണ്ട് നമ്മളിത് ഫിനിഷ് ആക്കാൻ പോവുകയാണ്. ഇനി നമ്മളതിൻ്റെ ബ്ലാക്ക് വരുന്ന പാർട്ടിൽ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് കൊണ്ട് വളരെ കൃത്യമായിട്ട് അരികൊക്കെ നല്ല ഷാർപ്പാക്കി പെയിൻറ്റ് ചെയ്യുകയാണ്. ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അരികളെല്ലാം കണ്ടോ, വളരെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് വേണം ചെയ്യാനായിട്ട്. അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് വഴങ്ങുന്ന രീതിയിലുള്ള ബ്രഷുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ എഡ്ജിലേക്കൊക്കെ വരുമ്പോൾ കൂർത്ത് അഗ്രത്തിലേക്ക് വരുമ്പോൾ പോയിൻ്റ് ബ്രഷൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഫ്ലാറ്റ് ബ്രഷ്, പോയിൻ്റ് ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ളൊരു ധാരണയോട് കൂടി വേണം ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഉള്ളിലേക്ക് കുഴഞ്ഞിറങ്ങിപ്പോകുന്ന രീതിയിലുള്ള ആ ഭാഗത്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം ഒരു സ്കെച്ചിനകത്ത് ഇട്ടിട്ടാണ് ചെയ്തത്, അത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അത് നമ്മൾ പെൻസിൽ ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്, ഒരു പെൻസിൽ സ്കെച്ച് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലാണ് നമ്മളതിൻ്റെ വൈറ്റ് ചേർത്തിട്ടുള്ള, വൈറ്റും ബ്ലാക്കും കൂടി ചേർത്തിട്ടുള്ള ഷെയ്ഡ് വെച്ചത്. അതിനുശേഷം നമ്മൾ ആ ബാക്കി ബാലൻസുള്ള ഭാഗത്ത് ബ്ലാക്ക് ചെയ്യണം. അതിൻ്റെ അരികുകളൊക്കെ നല്ല വ്യക്തമായിട്ടുള്ള രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഷാർപ്പായിട്ട് നിൽക്കണം അരികുകളൊക്കെ.
അവിടെ നിന്നൊക്കെ പോയിന്റ് ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൻ്റെ ഏകദേശ രൂപരേഖ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഒരു തുരങ്കം പോലെ അകത്തേക്ക് കിഴിഞ്ഞിറങ്ങിപ്പോയിരിക്കുന്ന രീതിയിലാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ വിന്യാസം. നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഫൈനൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.